നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ച് വയനാട് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് OR രഘു. പാർട്ടി അവഗണിക്കുകയാണെന്നും IC ബാലകൃഷ്ണൻ MLA ആണ് തനിക്കെതിരെ ചരട് വലിക്കുന്നതെന്നും രഘു ആരോപിച്ചു. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ വിമതനായി മത്സരിച്ച രഘു പരാജയപ്പെട്ടിരുന്നു. വയനാട് ജില്ലാ പഞ്ചായത്ത് മുള്ളൻകൊല്ലി ഡിവിഷൻ ST സീറ്റായിരുന്നു. ഇവിടെ പ്രഥമ പരിഗണന നൽകേണ്ട ആളായിരുന്നു DCC ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് OR രഘു. സീറ്റ് നൽകിയില്ല. അവസാന ഘട്ടത്തിൽ പരിഗണിച്ചത് പനമരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്. 1180 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയം. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊന്നും പാർട്ടിക്കാർ സഹായിച്ചില്ലെന്ന് രഘു ആരോപിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കും പരിഗണിച്ചില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയില്ല. കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടതോടെയാണ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. പനമരം പഞ്ചായത്തിൽ കോൺഗ്രസിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം എനിക്കായിരുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വന്നു. അത് 2 പേർ വർഗീസ് മുരിയങ്കാവനും ദിലീപ് കുമാറും 2 വർഷം പങ്കിട്ടെടുത്തു. ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി ബലിയാടായ ഒരാളാണ്. കുറേ കാലം IC ബാലകൃഷ്ണൻ എന്ന വ്യക്തി എന്നെ ഒരു 15 വർഷമായി എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. രഘുവിന്റെ ആരോപണങ്ങളെ നിഷേധിക്കുകയാണ് DCC പ്രസിഡന്റ് TJ ഐസക്. 10 കൊല്ലമായി പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ആളുകൾ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ അവരുടെ സ്ഥാനങ്ങൾ നോക്കും, അവരുടെ സാഹചര്യങ്ങളൊക്കെ നോക്കും. രഘുവിനെ സംബന്ധിച്ചിടത്തോളം അർഹിക്കുന്ന നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവൻ സ്വാഭാവികമായിട്ടും OR രഘുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എല്ലാ പരിഗണനയും കൊടുത്തിട്ടുണ്ട്. രഘു ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് IC ബാലകൃഷ്ണൻ MLAയും വ്യക്തമാക്കി. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.